സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണവാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. പ്രമുഖ കന്നഡ നടനും നിർമ്മാതാവുമായ നടൻ ദിലീപ് രാജ് അന്തരിച്ചു. 47 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. കന്നഡ സിനിമ ടെലിവിഷൻ രംഗത്ത് സജീവമായിരുന്ന താരത്തിന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ ലോകത്തെ ഏറെ ഞെട്ടിച്ചു കളഞ്ഞു. 2007 പുനീത് രാജ്കുമാർ നായകനായ മിലാന എന്ന ചിത്രത്തിലെ പ്രകടനമാണ് നടൻ ദിലീപിനെ സിനിമാ പ്രേമികൾക്കിടയിൽ ഏറെ സുപരിചിതനാക്കിയത്. യു ടേൺ, ബോയ്ഫ്രണ്ട് തുടങ്ങി 24ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. കമ്പടമാനെ എന്ന ഫിലിമിലൂടെയാണ് ദിലീപ് രാജ് തൻ്റെ അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടത്. സിനിമകൾക്കൊപ്പം തന്നെ ടെലിവിഷൻ പരമ്പരകളിലൂടെയും ദിലീപ് ജനഹൃദയങ്ങൾ കീഴടക്കി. സി കന്നഡയിലെ ജനപ്രിയ പരമ്പരയായ ഹിറ്റ്ലർ കല്യാണത്തിലെ നായകവേഷം അദ്ദേഹത്തിന് ഏറെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിച്ചിരുന്നു. ജനനി, അർദ്ധസത്യ, രംഗോലി, കുങ്കുമ ഭാഗ്യ, മംഗല്യ, മല്ലേ ബല്ലു, പ്രീതിഗാഗി, രഥസപ്തമി തുടങ്ങി ഇതിനോടകം തന്നെ വേഷമിട്ടു കഴിഞ്ഞു. അഭിനയത്തിനു പുറമെ നിർമ്മാണ രംഗത്തും അദ്ദേഹം തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. DR ക്രിയേഷൻസ് എന്ന സ്വന്തം നിർമ്മാണ കമ്പനിയിലൂടെ നിരവധി പരമ്പരകൾ അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. നാടകരംഗത്തും ഡബ്ബിംഗ് മേഖലയിലും അതീവ സജീവമായിരുന്ന അദ്ദേഹം മികച്ചൊരു കലാകാരനായി തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. കന്നഡ ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രമുഖർ നടന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സൗത്ത് ഇന്ത്യയിലെ താരങ്ങളെയും ആരാധകരെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മരണവാർത്ത തന്നെയാണ് നടൻ ദിലീപ് രാജിൻ്റേത്. കൃത്യമായ ഡയറ്റിങ്ങുകളും അതുപോലെ തൻ്റെ ആരോഗ്യവും എല്ലാം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു നടൻ തന്നെയായിരുന്നു താരം എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. വെറും 47 വയസ്സ് മാത്രമായിരുന്നു നടൻ ദിലീപ് രാജിൻ്റെ പ്രായമുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണവാർത്തയാണ് സോഷ്യൽ മീഡിയയിലാകെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. ഇപ്പോൾ നടൻ ദിലീപ് രാജിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി എത്തിച്ചേരുന്നത്.